ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോ സദ്ഗുരു മഹാരാജ് കി ജയ്. അഞ്ചാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ നരകങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. ഇപ്പോൾ പരീക്ഷിത്ത് ചോദിക്കുന്നു, ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി? എന്താണ് വഴി ചോദിച്ചാൽ, ഉപ്പ് തിന്ന വെള്ളം കുടിക്കണം, അതേ വഴിയുള്ളൂ. അതുപോലെ കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിച്ചേ തീർക്കണം. ഇല്ലെങ്കിൽ ചില പ്രായശ്ചിത്തമൊക്കെ പറഞ്ഞിട്ടുണ്ട്. തപസാ ബ്രഹ്മചര്യേന ശമേന ച ദമേന ച ത്യാഗേന സത്യശൗചാഭ്യാം യമേന നിയമേന ച. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത ഒരാൾക്ക് എന്ത് ചെയ്യും? 6 മാസം ജയിലിൽ പോകണം, ഇല്ലെങ്കിൽ ഒരു 25,000 പണം അടയ്ക്കണം പറഞ്ഞാൽ ആളെന്ത് ചെയ്യും? ഞാൻ 25,000 അടച്ചോളാം, ജയിലിൽ പോകണ്ട എന്ന് പറയാം. അതുപോലെയാണ് പ്രായശ്ചിത്തം. ചെയ്ത കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്താൽ പാപങ്ങളൊക്കെ മാറും. അപ്പോൾ പരീക്ഷിത്ത് പറയുന്നു, ഈ പ്രായശ്ചിത്തമൊക്കെ എങ്ങനെയാണ് ചോദിച്ചാൽ, മഞ്ഞേ കുഞ്ചര ശൗചവത്, ആണയെ കുളിപ്പിക്കുന്നത് പോലെ. ആണപ്പാപ്പന്മാർ 4 പേര് ചേർന്ന് ആണയെ നന്നായിട്ട് ഉരച്ച് തേച്ച് കുളിപ്പിക്കും. കുളിപ്പിച്ച് കരയിൽ നിർത്തിയ ശേഷം ഈ ആണപ്പാപ്പന്മാർ കുളിച്ച് കയറാൻ പോകുന്ന സമയത്ത് ആണ എന്ത് ചെയ്യും? കുളി കഴിഞ്ഞില്ലേ, നീ പൗഡർ അടിക്കാൻ വിചാരിച്ച് ഭൂമിയിലിരിക്കുന്ന മണ്ണ് മുഴുവൻ സ്വന്തം തലയിൽ എടുത്തിടും. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന പ്രായശ്ചിത്തമൊക്കെ. പ്രായശ്ചിത്തം കഴിയുമ്പോൾ തന്നെ ഉടനെ പാപം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാപം മാത്രം പോയിട്ട് കാര്യമില്ല, പാപം ചെയ്യുന്ന ബുദ്ധിയും കൂടി മാറണം. അതിന് എന്താണ് വഴി ചോദിക്കുന്നു. ശ്രുതി സ്മൃതിഭ്യാം വിഹിതാവ്രതാദയഃ പുനന്തി പാപം ന ലുനന്തി വാസനാം അനന്തസേവാതു നികൃന്തതി ദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാവഭാഷിണേ. പാപം ചെയ്യുന്ന ബുദ്ധിയും ആ വാസനയും കൂടി പോകണം. അതിനെന്താണ് വഴി ചോദിക്കുമ്പോഴാണ് അതിന് ഭഗവൻ നാമമാണ് ഗതി. ഭഗവൻ നാമത്തിനെയും ഭാഗവതന്മാരെയും ആശ്രയിക്കണം എന്നാണ് അവിടെ പറയുന്നു. അതിന് ഉദാഹരണമായിട്ട് ഒരു കഥ ഇവിടെ പറയുന്നു. കാന്യകുബ്ജേ ദ്വിജകശ്ചിത് ദാസീപതി രജാമിലഘ നാംനാ നഷ്ടസദാചാരോ ദാസ്യാത് സംസർഗദൂഷിതഃ. കന്യാകുബ്ജം എന്ന ദേശം, ആ ദേശത്തിൽ അജാമിലൻ പേരുള്ള ബ്രാഹ്മണൻ ആദ്യം നല്ലവനായി തന്നെ ഇരുന്നു. ഒരു ദിവസം സമിത ദർഭം പൂക്കളൊക്കെ പറിക്കാൻ കാട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് ഒരു മഴ വന്നു. മഴ വന്നപ്പോൾ അടുത്ത ഒരു കുടിലിൽ ഒന്ന് കുറച്ചു നേരം താമസിക്കാൻ ചെന്നു. അത് ഒരു വേശ്യയുടെ വീടായിരുന്നു. ആ വേശ്യയുടെ വീട്ടിൽ വേശ്യയോട് ഒരു ആൾ പാട്ടുപാടി ഡാൻസ് ചെയ്യുന്നത് കണ്ടു. ഒരു ദിവസം കുറച്ച് നേരം ഒരു വേശ്യയോട് ഒരാൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടത് കൊണ്ടാണ് അജാമിലൻ ഇങ്ങനെ പട്ടുവച്ച. നമ്മൾ എല്ലാ ദിവസവും വിഡ്ഢിപ്പിടി ഇങ്ങനെ ഡാൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ നമ്മുടെ കഥയത്ത് പറയാം. അങ്ങനെ ഒരു ക്ഷണം അത് നോക്കിയപ്പോൾ പിന്നെ ഇയാൾക്ക് തോന്നി, പിന്നെ ഇങ്ങനെ വ്രതം തപസ്സൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം, ഇവനെപ്പോലെ നമുക്കും സുഖമായിട്ട് ജീവിച്ചൂടെ തോന്നിപ്പോയി. ഉടനെ എന്ത് ചെയ്തു? തൻ്റെ ധർമ്മമൊക്കെ മറന്നു വേശ്യയോട് ജീവിതം തുടങ്ങി. പിന്നെ പണം വേണ്ടേ? അതിനുവേണ്ടി ഗർഹിതാം വൃത്തിമാസ്തിതഃ. പിന്നെ കൊള്ളങ്ങളായ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കാൻ തുടങ്ങി. വേശ്യയ്ക്കും അജാമിലനുക്കും 10 കുട്ടികളുണ്ടായി. ആദ്യം 9 കുട്ടികളുണ്ടായി. ആ സമയത്താണ് ആ നാട്ടിലേക്ക് ഒരു മഹാത്മാ വന്നു, നാമം ജപിച്ച് നാരായണ 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 നാരായണ. അങ്ങനെ നാമം ജപിച്ച് ഒരു മഹാത്മാ ആ നാട്ടിൽ വന്നു. അദ്ദേഹത്തിന് ഒരു നിയമം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം സ്വയം ഉണ്ടാക്കിയ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, അതുപോലെ ഉത്തര ഭാരതത്തിലും നിരച്ച് മഹാത്മാക്കളുണ്ട്. അവർ നമ്മൾ ശുദ്ധമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കില്ലേ. നമ്മുടെ ശുദ്ധം അവർക്ക് പറ്റില്ലേ. അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതേ കഴിക്കുള്ളൂ.
സ്വയം പാക്കി എന്നാണ് പേര്. നമ്മളോട് കുറച്ച് ഗോതമ്പ് മാവ് എന്തെങ്കിലും ചോദിക്കും, അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അവിടെ തന്നെ കഴിക്കും. അങ്ങനെയുള്ള ഒരു മഹാത്മാ അവിടെ വന്നു. ആ നാട്ടുകാരൊക്കെ പറഞ്ഞു, ഞങ്ങളും വളരെ ശുദ്ധരാണ്, ഞങ്ങൾ ഉണ്ടാക്കി തിന്നോട്ടെ, നിങ്ങൾ ഉണ്ടാക്കിയാൽ ഞാൻ കഴിക്കില്ല, ഞാനും ഉണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ പറഞ്ഞപ്പോൾ അവരൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ വളരെ ശുദ്ധനായിട്ട് അവിടെ ഒരു ശാസ്ത്രികൾ, ഒരു വലിയ ആളുണ്ട്, അജാമില ശാസ്ത്രി എന്നാണ് പേര്, അവൻ്റെ അടുത്ത് ചെന്നോളൂ പറഞ്ഞു. ഇദ്ദേഹം അജാമിലൻ്റെ അവിടെ ഇടത്ത് ആ വീട്ടിലെത്തിയപ്പോൾ അവിടെ വേശിയാണ് ഉണ്ടായിരുന്നു. അജാമിലനെ മയങ്ങി കിടക്കുന്നു, മധുപാനം ചെയ്ത്. അപ്പോൾ വേശി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഇന്ന് രാത്രി ഞാനിവിടെ ഒന്ന് തിണ്ണയിൽ കിടന്നോളാം, ഭക്ഷണത്തിന് എനിക്ക് കുറച്ച് ഗോതമ്പ് മാവ് കൊടുത്താൽ മതി, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചോളാം. ഉടനെ ആ വേശി അദ്ദേഹത്തിന് വേണ്ടതൊക്കെ കൊടുത്തു. പിന്നെ അജാമിലനെ ഉണർത്തി പറഞ്ഞു, നമ്മുടെ വീട്ടിലൊരു മഹാത്മാ വന്നിട്ടുണ്ട്, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാം, നമ്മൾ പാവത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി ചോദിക്കാൻ പറഞ്ഞ് രണ്ടുപേരും നമസ്കരിച്ച് ചോദിക്കുന്നു. ഞങ്ങൾ നിരച്ചും പാപങ്ങൾ ചെയ്തു പോയി, രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പ്രായശ്ചിത്തം പറഞ്ഞു തരണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ, പണ്ട് അങ്ങനെ ഗ്രാമത്തിലൊക്കെ പാപം ചെയ്തവർ നേരിട്ട് വന്ന് പറയും, ഇങ്ങനെ ചെയ്തു പ്രായശ്ചിത്തം പറയുന്നു, പണ്ട് പറഞ്ഞു തന്നു. ഇപ്പോൾ അങ്ങനെ ഒരാളും പറയാറില്ല. എന്താ കാരണം? നാല് പേർ അറിഞ്ഞ ആളോട് പേടിക്കണം. 4 പേർ നമ്മൾ ചെയ്ത പാപം പരസ്യമായിട്ട് പറഞ്ഞാലേ ഇത് പോകുള്ളൂ. അജാമിലനും വേശിയും ആ മഹാത്മാവോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഒരു 1008 നാരായണ ജപിക്കാൻ പറഞ്ഞു. ആദ്യം ദിവസം 2 പേരും ഇരുന്ന് 1008 നാരായണ നാരായണ ജപിച്ചോളൂ. അജാമിലൻ പറഞ്ഞു, 1008 എന്നെ കൊണ്ട് ജപിക്കാൻ വയ്യ, കുറച്ചുകൂടി കുറച്ച് പറഞ്ഞാൽ മതി, 108 ജപിച്ചോളൂ പറഞ്ഞു. 108 വയ്യ, ഒരു 10 പ്രാവശ്യം ജപിച്ചോളൂ, അതും വയ്യ, ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നാരായണ ജപിക്കുമോ? അപ്പോൾ അജാമിലൻ പറഞ്ഞു, എനിക്ക് പകരം നിങ്ങൾ തന്നെ ജപിച്ചോളൂ. അപ്പോൾ ആ മഹാത്മാ വിചാരിച്ചു, ഇവരെ വേറെ വിധത്തിൽ ജപിപ്പിക്കണം തീരുമാനിച്ചു. ഇപ്പോൾ അജാമിലിൻ്റെ വയസ്സ് 85ആണ്. അജാമിലിൻ്റെ വയസ്സ് 85ആണെങ്കിൽ വേശിയുടെ വയസ്സ് എന്തായാലും 75-80 ആയിട്ടുണ്ടാവും. എന്നാലും അദ്ദേഹം സന്താന ഗോപാല മന്ത്രം ജപിച്ച് സിദ്ധി വരുത്തിയ മഹാത്മാവാണ്. അദ്ദേഹം കുറച്ച് ഒരു പഴം കൊടുക്കാൻ പറഞ്ഞ് അത് സന്താന ഗോപാല മന്ത്രം ജപിച്ച് പഴം കൊടുത്തു. ഇത് കഴിച്ച ശേഷം നിങ്ങൾക്ക് ഒരു ഉണ്ണി ഉണ്ടാവും, ആ ഉണ്ണിക്ക് നാരായണ പേരിട്ടോളൂ, നാരായണ പേരിട്ടാൽ പോരാ, നാരായണ വിളിച്ചോളൂ പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു ചെന്നു. പിന്നെ അത് കഴിച്ച ശേഷം അവർ അജാമിലൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു. പിന്നെ ഗർഭം ധരിച്ചപ്പോൾ തന്നെ അവർ ഇടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങി. മഹാത്മാ ഏത് പേരിടാൻ പറഞ്ഞിരിക്കുന്നു? നാരായണ പേരിടാൻ പറഞ്ഞിരിക്കുന്നു, ഓർമ്മിച്ചോളൂ പറഞ്ഞ് കരിക്കട്ട കൊണ്ട് ഇങ്ങനെ എഴുതി വെച്ച് ഭിത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് നാരായണ നാരായണ നോക്കി അത് നോക്കി വായിച്ചു കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി ഉണ്ടായ ശേഷം നാരായണ പഠിക്കൂ, നാരായണ വെള്ളം കുടിക്കൂ, നാരായണ ഇവിടെ വരൂ, നാരായണ അവിടെ ചെല്ലൂ, ഇങ്ങനെ എപ്പോഴും നാരായണ 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 നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അജാമിലൻ്റെ അന്ത്യസമയത്തിൽ 3 യമദൂതന്മാർ വന്നു. സാധാരണ 2 പേരേ വരാറുള്ളൂ, ഇവിടെ 3 പേര് വരാനുള്ള കാരണം കാളത്രയേന് കരണത്രയേന്, ത്രികാലത്തിലും പകൽ രാത്രി സന്ധ്യാസമയത്തിലും മനസ്സ് വാക്ക് കായം കൊണ്ട് പാപം ചെയ്തുകൊണ്ട് 3 യമദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു. യമദൂതന്മാരെ കണ്ട് പേടിച്ച അജാമിലൻ ഉടനെ വിളിച്ചു, ദൂരത്തിൽ കളിക്കുന്ന തൻ്റെ മകനെ വിളിച്ചു. ദൂരെ ക്രീഡനകാസക്തം പുത്രം നാരായണാഹ്വയം പ്ലാവിതേന സ്വരേണോച്ചൈഹി ആജുഗാവ ആകുലേന്ദ്രിയഃ. നാരായണ നാരായണ എന്ന് ഉറക്കെ വിളിച്ചു. ആ നാരായണ പോലും കളിച്ചുകൊണ്ടിരിക്കുന്നു, ഗോട്ടിയിലോ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിൻ്റെ അച്ഛൻ എന്നെ വിളിക്കുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് കളിക്കാം. അത് അജാമിലൻ്റെ മകൻ അവിടെ ഗോട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭഗവാൻ ഇത് ചെയ്തു, പെട്ടെന്ന് 4 പാർഷദന്മാരെ പറഞ്ഞു വിട്ടു. പാർഷദാഹ സഹസ അപതന്ന്, 4 പേർ വന്നു. എന്താ കാരണം? നാരായണ, ഒരു അക്ഷരത്തിന് ഒരാൾ ഇത് കണക്ക് വെച്ച് ഭഗവാൻ 4 പേരെ പറഞ്ഞു വിട്ടു. മാത്രമല്ല 3 യമദൂതന്മാരോട് യുദ്ധം ചെയ്യാൻ 3 പേരും, പിന്നെ ഒരാൾ എക്സ്ട്രാ ആയിട്ട് അജാമിലിനെ നോക്കാൻ ഒരാൾ വേണ്ടേ, അതിനുവേണ്ടി 4 പേരെ പറഞ്ഞു വിട്ടു ഭഗവാൻ. അവർ മാഭൈഹി അഭയം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നു.
ഉടനെ യമദൂതന്മാർ ചോദിക്കുന്നു, കേ യൂയം പ്രതിഷേധാർഹ ധർമ്മരാജസ്യ ശാസനം, ഞങ്ങളെ തടയുന്ന നിങ്ങളാരാണ്? അപ്പോൾ അവർ ചോദിച്ച് നിങ്ങളാരാണ് ആദ്യം പറയും. ഞങ്ങളൊക്കെ ധർമ്മരാജൻ്റെ ദൂതന്മാരാണ്. അജാമിലൻ നിരച്ചും പാപം ചെയ്തിട്ടുണ്ട്, അതിനെ പ്രായശ്ചിത്തവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നു. എത്ര ദണ്ഡേന ശുദ്ധ്യതി, അവനെ ദണ്ഡിക്കാൻ പോകുന്നു. ദണ്ഡിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അച്ഛനമ്മമാരും ഉപാധ്യായന്മാരൊക്കെ കുട്ടികളെ തള്ളാറുണ്ട്. എന്തിനാ ചോദിച്ചാൽ അവരെ നേരാക്കാൻ വേണ്ടിയാണ്, അവരെ ശുദ്ധമാക്കാൻ വേണ്ടി. പണ്ട് കുളത്തങ്കരയിൽ നദീതീരത്തിലോ കുളത്തിലോ അമ്മമാരൊക്കെ മുണ്ട് ഇങ്ങനെ അടിക്കാറുണ്ട്, വെള്ളത്തിൽ മുക്കി മുക്കി. എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് ചോദിച്ചാൽ മുണ്ടോട് ദേഷ്യമൊന്നുമില്ല, 2 അടി കൊടുത്താലേ മുണ്ട് ശുദ്ധമാവുള്ളൂ. ഇവിടെയൊക്കെ കല്ലൊക്കെ ഉണ്ട്, ബാമ്പയിൽ കല്ലുകൊണ്ടില്ലേ, അതുകൊണ്ട് ഒരു കട്ട കൊണ്ട് അടിക്കും മുണ്ടിനെ. അടിക്കുന്നത് എന്തിനാ ചോദിച്ചാൽ അത് ശുദ്ധമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. എന്താ കാരണം? ഇപ്പോൾ പുതിയ പൗഡർ വന്നിട്ടുണ്ട്, സൂപ്പർ റിൻ പൗഡർ, അതുകൊണ്ട് മുക്കിയാൽ മതി, ശുദ്ധമാവും. അതുപോലെയാണ് പ്രായശ്ചിത്തമൊക്കെ അടിക്കുന്നത് പോലെയാണ്. നാമജപം സൂപ്പർ റിൻ പൗഡർ പോലെയാണ്, ഒരു പ്രാവശ്യം ഒന്ന് മുക്കിയാൽ മതി, ശുദ്ധമാവും. അവൻ ഇപ്പോൾ തന്നെ പ്രായശ്ചിത്തം ചെയ്തു എന്നാണ് പറയുന്നത്. അയം ഹി കൃത നിർവേശ ജന്മകോട്യം ഘസാമപി യദ്വ്യാജഹാര വിവശഃ നാമസ്വസ്ഥേനം ഹരേഹേ. ഈ ജന്മം മാത്രമല്ല, കോടി ജന്മത്തിന് ചെയ്തുള്ള പാപത്തിനും പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ 1 കോടിയേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഭട്ടതിരി പറയുമ്പോൾ അണേനഭോ ജന്മസഹസ്രകോടിഭിः, 1000 കോടി ജന്മത്തിൽ ചെയ്ത പാപവും നശിക്കുമെന്നാണ് പറയുന്നു. ഇവൻ അജാമിലൻ ഇപ്പോൾ നാരായണ വിളിച്ചില്ലേ, ഇതുകൊണ്ട് അവൻ്റെ പാപം നശിച്ചു. അപ്പോൾ യമദൂതന്മാർ പറഞ്ഞു, അജാമിലൻ മഹനെയല്ലേ വിളിച്ചു, നിങ്ങളുടെ ഭഗവാനെ വിളിച്ചിട്ടില്ലല്ലോ. മഹനെ വിളിച്ചാലും പേര് ഭഗവാന്റെ പേരാണ്, ഭഗവാനെ ഓർക്കേണ്ട ആവശ്യമില്ലേ. നതു വസ്തുശക്തി ബുദ്ധിശക്തിയും അപേക്ഷത്തെ എന്നാണ് വ്യാഖ്യാനത്തിൽ ശ്രീധരസ്വാമികൾ പറയുന്നു. ഈ വസ്തുവിൻ്റെ ശക്തി അവൻ എന്താണ് വിചാരിക്കുന്നു അത് നോക്കാറില്ലേ. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ എന്ത് ചെയ്തു, കാട്ടിൽ പോയി തപസ് ചെയ്തു. കാരണം അയാൾക്ക് വയറുവേദന, പിന്നെ വീട്ടിൽ നിറച്ച് രോഗങ്ങളൊക്കെ ഉണ്ട്. അത് രോഗം മാറാൻ വേണ്ടി കാട്ടിൽ പോയി മഹാദേവനെ കുറിച്ച് തപസ് ചെയ്തു. മഹാദേവന് പ്രത്യക്ഷപ്പെട്ട് എന്താണ് വേണമെന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കുറച്ച് അമൃതം കിട്ടിയാൽ കൊള്ളാം, അമൃത മൃത്യുഞ്ജയനല്ലേ ഭഗവാന്റെ പേര്, അത് കുടിച്ചാൽ നിങ്ങളുടെ രോഗമൊക്കെ മാറും, കുറച്ച് അമൃതം തരണി പറഞ്ഞപ്പോൾ മഹാദേവൻ ഒരു ഗ്ലാസ്സിൽ അമൃതം കൊടുത്തു, ഇത് എടുത്തോളൂ, പക്ഷേ ഇടയ്ക്ക് താഴെ വയ്ക്കരുത്, നേരെ വീട്ടിൽ ചെന്ന് അത് സേവിച്ചോളൂ. ഇടയ്ക്ക് താഴെ വെച്ച് പോയാൽ അതിൻ്റെ പവർ കുറയും, ഒന്ന് നേരെ വീട്ടിൽ ചെന്നോളൂ. നമ്മുടെ സമ്പ്രദായം അങ്ങനെയാണ്. ഒരു ക്ഷേത്രത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തൊഴുത് നേരെ നമ്മുടെ വീട്ടിൽ തന്നെ എത്തണം. അവിടെ ചെന്നിട്ട് ഇവിടെ ചെന്നിട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ പവർ കുറയും. അതുപോലെയാണ് നേരിട്ട് വീട്ടിൽ ചെന്ന് അത് സേവിച്ചോളൂ കൊടുത്തു മഹാദേവൻ. അങ്ങനെ അമൃതം കയ്യിലെടുത്ത് വരേണ്ട സമയത്താണ് അടുത്തുള്ള ഗ്രാമത്തിൽ ഒരാൾക്ക് വയറുവേദന, അതുകൊണ്ട് സഹിക്കാൻ വയ്യാതായി. പിന്നെ വിചാരിച്ചു, ഈ വയറുവേദന ജീവിക്കുന്നതൊക്കെ എവിടെയെങ്കിലും കുളത്തിലോ പൊട്ടക്കിണറ്റിലോ വീണ് മരിക്കാൻ തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതേ കാട്ടിലേക്ക് ഒരാൾ വരുന്നു. അപ്പോഴാണ് ഈ അമൃതം കൊണ്ടുവന്ന ആൾക്ക് അത്യാവശ്യം മൂത്രം ഒഴിക്കേണ്ടി വന്നു. താഴെ വയ്ക്കാനും പറ്റില്ലേ, ഈ ശുദ്ധമായ അമൃതമല്ലേ. ആരെങ്കിലും ആൾ വന്നിട്ടുണ്ടോ നോക്കുമ്പോൾ ഈ വയറുവേദന കാരണം കണ്ടപ്പോൾ ഇവിടെ ഒരു പറഞ്ഞു, അവനോട് ഇതിൽ അമൃതമുണ്ട് പറഞ്ഞാൽ അദ്ദേഹം കുടിച്ചേക്കും, അതുകൊണ്ട് മാറ്റി പറഞ്ഞു, ഈ ഗ്ലാസ്സിൽ വിഷമാണ് വച്ചിരിക്കുന്നു, അത് കുടിക്കരുത്, ഇത് വെച്ചോളൂ, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോൾ വയറുവേദന ഉള്ള ആൾ വിചാരിച്ചു, ഞാൻ എന്തായാലും മരിക്കാൻ വേണ്ടി വന്ന ആളല്ലേ, ഒരാൾ വിഷം കൊടുത്തില്ലേ, കുടിച്ചേക്കാൻ മതി. കുടിച്ചപ്പോൾ എന്തായി, അയാളുടെ വയറുവേദന മാറി. ഇദ്ദേഹം വിഷം വിചാരിച്ചിട്ടെണ്ണം കുടിച്ചു, പക്ഷേ എന്തായി, അമൃതമായതുകൊണ്ട് വയറുവേദന മാറി. അതുപോലെയാണ് അജാമിലൻ തൻ്റെ മകൻ്റെ പേരാണ് വിചാരിച്ചു നാരായണാണ് വിളിച്ചു, പക്ഷേ അത് ഭഗവാന്റെ അമൃതനായ ഭഗവാന്റെ നാമമായതുകൊണ്ട് എന്തായി, അവൻ്റെ കാലപാശം മരണപാശം വിട്ടുപോയി. അതാണ് ഇവിടെ പറയുന്നു, അജ്ഞാനാത് അഥവാ ജ്ഞാനാത് ഉത്തമ ശ്ലോകനാമയത് സങ്കീർത്തിതമഘം പുംസോ ദഹേദേഹോ യഥാ അനലഃ.
യഥാഗതം വീര്യതമം ഉപയുക്തം യദച്ഛയാ അജാനതോപ്യാത്മഗുണം കുര്യാത് മന്ത്രോപ്യുദാഹൃതഃ. അങ്ങനെയാണ് ഇവിടെ പറയുന്ന ഉദാഹരണം. 2 ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. അറിയാത്ത തീയിൽ കൈവച്ചാലും അറിഞ്ഞു വെച്ചാലും തീ എങ്ങനെ പൊള്ളുന്നു പോകും. കുട്ടികൾ അറിയാതെ വെച്ചാലും ആ തീ ചുടുന്നു. അതുപോലെ തന്നെ നാമം അറിയാതെ ജപിച്ചാലും നമ്മുടെ പാപങ്ങളൊക്കെ ആ തീയിൽ പഞ്ച് ഭസ്മമാവുന്നത് പോലെ നമ്മുടെ പാപങ്ങളൊക്കെ നശിക്കും. അറിയാതെ മരുന്ന് കഴിച്ചാലും ശ്രദ്ധയോട് മരുന്ന് കഴിച്ചാലും മരുന്ന് എങ്ങനെ ഗുണം ചെയ്യുന്നുവോ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെയാണ് ഇവിടെ ഉദാഹരണം വിഷ്ണുദൂതന്മാർ പറയുന്നു. പിന്നെ കാണിച്ചു കൊടുത്തു. അജാമിൻ്റെ കഴുത്തിലിരുന്ന കാലപാസം ഇങ്ങനെ പൊട്ടി കിടക്കുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി. അവർ പുറപ്പെട്ടു ചെന്നു. പിന്നെ അജാമിനൻ വിഷ്ണുപാഷന്മാരെ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. അവരൊന്നും വേണ്ടിയിട്ടില്ലേ, ഒന്ന് പുഞ്ചരിച്ചു. അവർ മറഞ്ഞു. പിന്നെ അജാമിനൻ, ഞാൻ കണ്ടുകൊണ്ടേ നാരായണ വേണ്ടും നാമം, ഈ നാരായണ നാമമാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാക്കി. ഉടനെ നേരെ ഹരിദ്വാരത്തിൽ ചെന്ന് അഖണ്ഡ നാമജപം ചെയ്തു. നാരായണ 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 നാരായണ. അജാമിനൻ്റെ പാപം മാറാൻ ഒരു നാമം ജപിച്ചാൽ മതി. ഈ പാപം ചെയ്യുന്ന ബുദ്ധി ഉണ്ടല്ലോ, ആ വാസന മാറാൻ വേണ്ടിയാണ് കൂടുതൽ നാമം ജപിക്കണം പറയുന്നത്. ആവൃത്യ വാസനാക്ഷയ. ഇപ്പം കായപ്പൊടി ഡപ്പിയിൽ നിന്നും കായപ്പൊടി കളഞ്ഞാലും അതിൻ്റെ മണം മുതലുണ്ടാവും. കായപ്പൊടി ഡപ്പിയിൽ അതിൻ്റെ മണം മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ കുറച്ച് കാലം കർപ്പൂരം ഇടണം. കർപ്പൂരം ഇട്ടാലോ ഉടനെ പെട്ടെന്ന് മാറില്ലേ. ഇടയ്ക്ക് കർപ്പൂരൻ്റെ മണവും വരും, കർപ്പൂരത്തിൻ്റെ മണവും വരും, കായപ്പൊടിയുടെ മണവും വരും. നമ്മൾ നിർത്താൻ പാടില്ലേ, വീണ്ടും വീണ്ടും ആവർത്തിക്കണം. വീണ്ടും വീണ്ടും ഇടയ്ക്ക് കഴുകി കർപ്പൂരം ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ആ കായപ്പൊടിയുടെ മണം മാറി കർപ്പൂര സുഗന്ധമായി മാറും. അതുപോലെയാണ് നമ്മൾ നാമം ജപിച്ചാലും ചിലപ്പോൾ നമ്മുടെ പഴയ ദുർവാസനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അങ്ങനെ ഇടയ്ക്ക് വന്നാൽ നമ്മൾ നാമജപം നിർത്താതെ കൂടുതൽ ജപിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ നാമം ജപിക്കുമ്പോൾ അവസാനം നമ്മുടെ മനസ്സ് ശുദ്ധമാകും എന്നാണ് ഇവിടെ പറയുന്നു. അജാമിലനക്ക് 88 വയസ്സാണ്. അപ്പോഴാണ് വിളിച്ചു നാരായണാണ്. അപ്പോൾ ഭഗവാൻ ചെയ്തു ഒരു 10 കൊല്ലം എക്സ്റ്റൻഷൻ കൊടുത്തു, ഒരു 12 കൊല്ലം. അപ്പോൾ ഒരു മാമാങ്കം, ഒരു വ്യാഴവട്ടം വീണ്ടും അവിടെ തപസ് ചെയ്തു. അഖണ്ഡനാമം ജപിച്ചു. നാരായണനാമം ജപിച്ചപ്പോഴാണ് വിഷ്ണുപാർഷന്മാർ വീണ്ടും വിമാനത്തോട് വന്നു. അതേ വിഷ്ണുപാർഷന്മാർ വന്നു. ആ ഗംഗയിൽ കുളിച്ചപ്പോൾ അജാമിനൻ്റെ ആ ഭൗതിക ശരീരം അവിടെ ഒഴുകിപ്പോയി ദിവ്യരൂപം പ്രാപിച്ചു. യമൻ തന്നെ തല കുണിച്ച് നിൽക്കുന്നു. യമൻ ശിരസിൽ കാല് വച്ച് വിമാനത്തിൽ കയറി ഭഗവാന്റെ പാദത്തിലെത്തി എന്ന് 2 അധ്യായത്തിൽ സമർപ്പിച്ചു. പിന്നെ 3-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് ചോദിക്കുന്നു, പാപം ചെയ്താൽ അവരുടെ നാമം ജപിച്ചാൽ പാപം പോയി എന്ന് വിഷ്ണുപാർഷന്മാർ പറഞ്ഞു. അത് യമൻ സ്വീകരിച്ചുവോ? യമൻ എന്താണ് പറഞ്ഞത് യമദൂതന്മാരോട്? അപ്പോൾ യമദൂതന്മാർക്ക് യമനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഒരാളെ പിടിക്കാൻ പോയപ്പോൾ ആ അജാമിനൻ ഉറക്കെ വിളിച്ചു, നാരായണ വിളിച്ചു. നാരായണ വിളിച്ചു പറഞ്ഞപ്പോൾ യമധർമ്മരാജാവും കൈകൂപ്പി. ആർക്കാണ് ചോദിച്ചാൽ ആ അജാമിനടുത്ത് കൈകൂപ്പി നിന്നു. നാമം ജപിച്ച് രക്ഷപ്പെട്ടല്ലേ ഇയാൾ. പിന്നെ പറഞ്ഞു തൻ്റെ ദൂതന്മാരോട്, ഇത് ഭാഗവത ധർമ്മമാണ്. 12 പേർ മാത്രമേ ഇത് മനസ്സിലാക്കിയിട്ടുള്ളൂ. ബ്രഹ്മ, ശിവൻ, മുരുകൻ, സ്വയംഭൂർ, പിന്നെ നാരദൻ, മനു, ഇങ്ങനെ 12 പേർ മാത്രമേ ഈ ഭാഗവത ധർമ്മം ഭഗവൻ നാമത്തിൻ്റെ പെരുമ മനസ്സിലാക്കിയവർ. അതുകൊണ്ട് ഇനി എവിടെ നാമജപം നടന്നാം അവിടെ പോവേണ്ട എന്ന് പറഞ്ഞ് ദൂതന്മാരോട് പറഞ്ഞു. പിന്നെ ആരൊക്കെയാണ് നാമജപം ചെയ്തിട്ടില്ലയോ, ഭഗവാനക്ക് നമസ്കരിച്ചിട്ടില്ലയോ, നചാരാധി രാധ ധവോ മാധവോവ നവാഭൂജി പുഷ്പാദിവിശ്ചന്ദ്രചൂട പരേഷാം ധനേ ബന്ധനേ നീതകാല ദയാലോ യമാലോകനേക പ്രകാര. ഭഗവാനും മാധവനായ വിഷ്ണുവെ പൂജിക്കാത്തവരും, അതുപോലെ പുഷ്പാദിവി ചന്ദ്രചൂടനായ മഹാദേവനെ പൂജിക്കാത്തവരെയും, അടുത്തവരുടെ ധനം അടുത്തവരെ ദ്രോഹിക്കാൻ ആരാണ് കാളം
ഉപയോഗിക്കുന്നുവോ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്നാണ് അവിടെ പറയുന്നു. താനാണ് യദ്ധമസതോ അകൃത വിഷ്ണു കൃത്യാന്. ഇതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കണം? നമ്മൾ കുട്ടികൾക്ക് നല്ല പേരിടണം. അജാമിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കുട്ടിക്ക് നാരായണ പേരിട്ടു, നാരായണ വിളിച്ചു. നമ്മളൊക്കെ നാരായണ പേരിടാറുണ്ട്, പിന്നെ വിളിക്കുമ്പോൾ നാനാ നാനു എന്നേ വിളിക്കുള്ളൂ. പാർവതി പേരിടും, പിന്നെ പാറു പാറു വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് കാര്യമല്ലേ, നാരായണ പേരിടണം. ഇപ്പോഴൊക്കെ അങ്ങനെ പേരിടാറില്ലേ, ഇത് സ്റ്റൈലായിട്ടാണ് പേരിടുന്നു. ടിങ്കു, പിങ്കു, ചിൻടു, പിൻടു. ഇത് കുട്ടിയുടെ പേരാണ് പട്ടിയുടെ പേരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ചെറുപ്പകാലത്തിൽ വിളിക്കുമ്പോൾ നന്നാവും ടിങ്കു പിങ്കു പറഞ്ഞാൽ. പ്രായമായ ശേഷം ആരാണ് പറഞ്ഞത് ടിങ്കു മുത്തശ്ശനും പിങ്കു മുത്തശ്ശിയും എന്ന് പറഞ്ഞാൽ പറയാൻ നന്നാവും. ഇപ്പോൾ നാരായണ മുത്തശ്ശനും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, പേര് പാർവതി മുത്തശ്ശി പറഞ്ഞാൽ പറയാൻ നന്നാവും. ഇപ്പോൾ പുതിയ പരിഷ്കാരമായിട്ട് പേരിടുന്നുണ്ട്. എന്താ, അച്ഛൻ്റെ പേരിൽ നിന്നും ഒരു എഴുത്ത്, അമ്മയുടെ പേരിൽ നിന്നും ഒരു എഴുത്ത് കൂട്ടിച്ചേർത്ത് കുട്ടിക്ക് ഒരു പേരിടണം. അച്ഛൻ്റെ പേര് കൃഷ്ണസ്വാമി, അമ്മയുടെ പേര് മീനാക്ഷി. അതുകൊണ്ട് കൃമി ഇങ്ങനെ പേര്. കൃമിയിൽ പേരിട്ടാൽ പിന്നെ കുട്ടി കൃമി പോലെ തന്നെയാവും. അടുത്ത പേര് പറഞ്ഞാൽ ഈ പേര് ഭേദമാവും. അച്ഛൻ്റെ പേര് പ്രേംകുമാർ, അമ്മയുടെ പേര് തങ്കമണി, പിന്നെ പ്രേതം എന്നൊക്കെ പേരിടണം. തങ്കമ്മ എന്ന പേരുടെ പ്രേതം. അങ്ങനെ പേരിടാൻ പാടില്ലേ. കുട്ടികൾക്ക് പേരിടുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ആർത്തിന് പേരുണ്ട്. ആർത്തി പറഞ്ഞതിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ദുഃഖം എന്നാണ് പേര്. അപ്പോൾ കുട്ടികൾക്ക് ആർത്തിന് പേരിട്ടാൽ ദുഃഖം പേരിട്ടാൽ പിന്നെ ദുഃഖം തന്നെ ഉണ്ടാവും. കുട്ടികൾക്ക് പെൺകുട്ടികളാകുമ്പോൾ മീനാക്ഷി, ഗോമതി ഇങ്ങനെ ദൈവങ്ങളുടെ പേരിടണം. അതേപോലെ ആൺകുട്ടികൾക്ക് ഭഗവാന്റെ പേരിടുമ്പോൾ അവർ വിളിക്കുന്നവർക്കും പുണ്യം ഉണ്ടാവും എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കഥയാണ് അഗസ്ത്യ മഹർഷി മലയാചലത്തിൽ ഇരുന്ന് ഭഗവാനെ പൂജിച്ചുകൊണ്ട് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ കാരണം, ഭഗവാൻ ഭക്തന്മാരെ രക്ഷിച്ച് ഉയർന്ന ചരിത്രമാണ്. മാഹാത്മ്യം പറയുന്ന ഗ്രന്ഥമാണ് ഈ ഭാഗവതം. ഇതം ഭാഗവതം നാമപുരാണം നാമൈകപ്രധാനം എന്നാണ് ശ്രീധരസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 12 സ്കന്ധത്തിൽ 6ാമത്തെ സ്കന്ധത്തിൽ വയ്ക്കാൻ കാരണം ഹൃദയസ്ഥാനമാണ്. ഒരാൾ കൈയില്ലാതെ ജീവിക്കാൻ സാധിക്കും, കാലില്ലാതെ ജീവിക്കാൻ സാധിക്കും, ഹാർട്ടില്ലാതെ ജീവിക്കാൻ പറ്റില്ലേ. ഹാർട്ട് എത്ര പ്രധാനമാണോ അതുപോലെയാണ് ഇവിടെ ഈ അജാമില ഉപാഖ്യാനം എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നടുഭാഗത്തിൽ ഇവിടെ വച്ചിട്ടുണ്ട്. ആ നാമത്തിൻ്റെ മഹിമയാണ് ഭാഗവതം മുഴുവനും. ധ്രുവൻ വലിയ സ്ഥാനത്തിലെത്തിയത് എന്തുകൊണ്ട്? വാസുദേവ വാസുദേവ ആ നാമം ജപിച്ചത് കൊണ്ടാണ് ധ്രുവൻ ഉയർന്ന സ്ഥാനത്തിലെത്തി. അതേപോലെ അജാമിലനും എത്ര വലിയ പാപിയായാലും നാരായണൻ നാമജപം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു.